കഴിഞ്ഞ 5 വർഷക്കാലവും ഈ പഞ്ചായത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളെ അഭിമുഖീകരിക്കുന്നു. സമീപസ്ഥമായ പഞ്ചായത്തുകളെല്ലാം അപേക്ഷിച്ച് ഏത് വികസന പ്രവർത്തനത്തിന്റെ അളവുകോലെടുത്താലും വില്യാപ്പള്ളി ഒരു പടി മുന്നിൽ തന്നെയാണ്. കേരള സംസ്ഥാനം സമ്പൂർണ്ണ വൈദ്യുതീകരണം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സമ്പൂർണ്ണ വൈദ്യുതീകരണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കാൻ കഴിഞ്ഞ പഞ്ചായത്താണ് വില്യാപ്പള്ളി പഞ്ചായത്ത്. കുടിവെള്ളക്ഷാമത്തിന് 1ഉം 2ഉം ഘട്ടങ്ങളിലായി ശാശ്വതമായ പരിഹാരം ഏറെക്കുറെ കാണാൻ കഴിഞ്ഞ പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത്. ആദ്യഘട്ടത്തിൽ പൊതുകിണറായിരുന്നു അത്തരമൊരു പ്രശ്നത്തിന്, രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി കണ്ടതെങ്കിൽ ഇന്ന് അതിൽ നിന്ന് ഒരു പടി കൂടി കടന്നുകൊണ്ട് ഈ പഞ്ചായത്തിന്റെ എല്ലാ മേഖലകളിലും പമ്പിംഗ് പ്രൊജക്റ്റുകളായി ജനങ്ങൾക്ക് ഏറെ സൗകര്യപ്പെടുന്ന രീതിയിൽ അത്തരം പ്രശ്നങ്ങളെല്ലാം നമ്മൾ പരിഹരിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് ഇടപെടാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന റോഡുകളുടെ കാര്യത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ പഞ്ചായത്താണ് വില്യാപ്പള്ളി. ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അറ്റകുറ്റപ്പണി ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ, അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഈ പഞ്ചായത്തിലെ എല്ലാ റോഡുകളും ഗതാഗതയോഗ്യമായ റോഡുകളായി മാറും എന്ന കാര്യത്തിൽ നമുക്കൊന്നും തർക്കമില്ല. നേരത്തെ ഉണ്ടായിരുന്ന റോഡുകൾ നവീകരിച്ച് അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് 140ഓളം പുതിയ റോഡുകൾ 5 വർഷം കൊണ്ട് ഈ പഞ്ചായത്തിനകത്ത് ഇപ്പോൾ പൂർത്തീകരിക്കാനും വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും അഭിമാനകരമായ കാര്യമാണ്. പഞ്ചായത്ത് ഓഫീസിന്റെ പുതിയ കെട്ടിടം ജനകീയ വിഭവ സമാഹരണത്തിലൂടെ അതിനുള്ള സാമ്പത്തികം കണ്ടെത്താനും അത് പ്രവൃത്തി പദത്തിലെത്തിക്കാനും കഴിഞ്ഞിട്ടുള്ള പഞ്ചായത്താണ് വില്യാപ്പള്ളി പഞ്ചായത്ത്. ഇങ്ങനെ ഏറെ അഭിമാനത്തോടു കൂടിയാണ് ജനങ്ങളെ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള ഈ പഞ്ചായത്ത് അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ട് തികഞ്ഞ അഭിമാനത്തോടു കൂടി കഴിഞ്ഞ 5 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഈ പഞ്ചായത്തിനകത്ത് നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ബഹുജന സാക്ഷ്യം അവതരിപ്പിക്കുന്നതിൽ ഈ പഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ജനങ്ങളോട് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ട് പോകുന്ന ഭരണമാണ് പഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് ഈ ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ഭൂരിപക്ഷം തരണം എന്ന് കൂടിയാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. കേരളം അടുത്ത ദിവസം നവംബർ 1-ാം തീയതി ഒരു വലിയ പ്രഖ്യാപനത്തിന് തയ്യാറെടുക്കുന്ന ദിവസം കൂടിയാണ്. ഈ പഞ്ചായത്ത് തലത്തിലുള്ള വികസന ജാഥകൾ നടക്കുന്നത് നമുക്കറിയാം. കേരളത്തെക്കുറിച്ച് ഒരു കാലത്ത് ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന സന്യാസി വര്യനായ സ്വാമി വിവേകാനന്ദൻ നാടെങ്ങും കേൾക്കുന്ന വിധത്തിൽ കേരളത്തെക്കുറിച്ച് പറഞ്ഞു, കേരളം ഭ്രാന്താലയമാണ്. ഉത്തരേന്ത്യയിലുള്ള ജാതിക്കോമരങ്ങളുടെ ഇടയിൽ നിന്നാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തിലേക്ക് വന്നത്. അതിനേക്കാൾ രൂക്ഷമായ ജാതീയതയും
അതിന്റെ പേക്കോലങ്ങളും തുള്ളുന്ന കേരളത്തെ കണ്ടുകൊണ്ടാണ് അന്ന് വിവേകാനന്ദൻ അങ്ങനെ പറഞ്ഞത് എങ്കിൽ ഇന്ന് ഓരോ മലയാളിക്കും അഭിമാനിക്കാൻ കഴിയുന്ന രീതിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ക്രൈം ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണക്ക് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഇന്ത്യ രാജ്യത്ത് വർഗീയ സംഘർഷങ്ങളുടെ നേരിയ ലാഞ്ചന പോലും ഇല്ലാത്ത ഒരു സംസ്ഥാനമുണ്ടെങ്കിൽ അത് നമ്മുടെ കൊച്ചു കേരളമാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളം ഭരിച്ചപ്പോൾ ഈ കേരളത്തിനകത്ത് വർഗീയതയുടേതായ ഒരു ലാഞ്ചനയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഓക്കിയും പ്രളയവും നിപ്പയും അതുപോലെ തന്നെ പെയ്തിറങ്ങിയ ദുരിതങ്ങളുടെ ദുരന്തമഴയുമെല്ലാം കേരളം അതിജീവിച്ചത് ഈ മലയാളികളുടെ ജാതി മത വ്യത്യാസങ്ങളെല്ലാം മറന്നുകൊണ്ട് അതിന്റെ എല്ലാം ഐക്യത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ നന്മയിലൂടെയാണ് എന്ന് നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ മനുഷ്യ നന്മയെ ഉയർത്തിക്കൊണ്ടുവരാൻ, അതിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് അതിനെ മുന്നോട്ടേക്ക് നയിക്കാൻ ഈ കേരളത്തിൽ കഴിഞ്ഞ 9 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് കഴിഞ്ഞു എന്നുള്ള അഭിമാനകരമായ നിമിഷം കൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിലുണ്ട്. കേരളം ഇന്ത്യ രാജ്യത്ത് നവംബർ 1-ാം തീയതി പ്രഖ്യാപിക്കാൻ പോകുന്നത് അതിദരിദ്രരില്ലാത്ത ഇന്ത്യയിലെ സംസ്ഥാനമെന്നാണ്. ഒന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞാൽ, അതിദരിദ്രരില്ലാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനമായി ഈ നവംബർ 1-ാം തീയതി കേരളം മാറാൻ പോവുകയാണ്. അതിനു മുമ്പേ തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്തെ അതിദരിദ്രരില്ലാത്ത ഒരു ജില്ലയെ കുറിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ജില്ലയും ഈ കൊച്ചു കേരളത്തിലെ കോട്ടയമാണ് എന്ന് പറയുമ്പോൾ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നിമിഷത്തിലാണ് സംസ്ഥാന ഗവൺമെന്റ് നിൽക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോഴുണ്ടായിരുന്ന സ്ഥിതി ഒരു കാര്യത്തിലും ഇതല്ല എന്ന് നമുക്കറിയാം. എന്നാൽ ഇന്ന് 9 വർഷക്കാലം കഴിയുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ത് ചെയ്തു എന്ന് ഒരാൾക്കും ചോദിക്കേണ്ടി വരുന്നില്ല എന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. കാരണം വികസനം എന്താണെന്നുള്ളത് ജനങ്ങളെല്ലാം തന്നെ നേരിട്ട് മനസ്സിലാക്കുന്നു എന്ന സ്ഥിതിയിലേക്ക് കേരളം മാറിയിരിക്കുന്നു. ഇന്നെന്താണ് ഗവൺമെന്റ് ഭരിച്ചിട്ട് ചെയ്തത് എന്ന് മലയാളിയെ ആരും അറിയിക്കേണ്ട കാര്യമില്ല. മലയാളിയുടെ ജീവിതത്തിന്റെ എല്ലാ അംശങ്ങളിലും ഈ ഗവൺമെന്റിന്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മറ്റെല്ലാ ഗവൺമെന്റുകളിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിലെ ഇടതുപക്ഷത്തെ മാറ്റിത്തീർക്കുന്നു എന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത്. ഈ സംസ്ഥാനത്ത് അതിദരിദ്രരില്ലാത്ത പ്രഖ്യാപനം നമ്മൾ നടത്തുമ്പോൾ ഒരുപക്ഷെ ഇവിടെയുള്ള ആളുകൾ ചെന്നെങ്കിലും വിചാരിക്കുന്നുണ്ടാവും കേരളം എന്നും ഇങ്ങനെ തന്നെയായിരുന്നു എന്ന്. ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും പടുകുഴിയിലായിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു കേരളം. ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് നിൽക്കേണ്ട സംസ്ഥാനമായി. ജനങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ചിരിക്കുന്ന പദ്ധതികൾ, ക്ഷേമ പദ്ധതികളായാലും ശരി, അത് യാത്രാ മേഖലയിലായാലും ശരി, ആരോഗ്യരംഗത്തായാലും ശരി, വിദ്യാഭ്യാസ രംഗത്തായാലും ശരി, എല്ലാ മേഖലയിലും കൃത്യമായി പഞ്ചായത്തിലെ ജനങ്ങൾക്ക് അനുഭവിക്കാനും ആസ്വദിക്കുവാനുമുള്ള സൗകര്യങ്ങൾ ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് വളരെ ഉച്ചസ്ഥലം ഈ ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് നാളെ മുതൽ ഈ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ സഞ്ചരിക്കുന്നത്. തുടർന്ന് അങ്ങോട്ടും ഈ മുന്നണിക്ക് ഈ പഞ്ചായത്തിൽ പൂർണ്ണ വിശ്വാസത്തോടു കൂടിയിട്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യകതയുണ്ട്. ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ നടപടികളും നയങ്ങളും കൃത്യമായി ഈ പഞ്ചായത്തിലെ എല്ലാ ഗൃഹാങ്കണങ്ങളിലും എത്തിച്ച് എല്ലാവർക്കും സന്തോഷത്തോടും സൗകര്യത്തോടുകൂടും സുരക്ഷയോടുകൂടി ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം അംഗം സഖാവ് പി മോഹൻ മാസ്റ്ററെ വിനയപുരസരം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്
വളരെ അടുത്ത് എത്തിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. താമസിയാതെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കമ്മീഷൻ്റെ ഔദ്യോഗികമായ വിജ്ഞാപനം പുറത്തുവരും എന്നതാണ് വസ്തുത. ഇതിൻ്റെ പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം ഇതിനകം തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. വോട്ടർ പട്ടിക അന്തിമമാവുന്നു. അതുപോലെ തന്നെ വാർഡുകളുടെ ക്രമീകരണങ്ങളെല്ലാം നടന്നു കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം 13-ാം തീയതി വാർഡുകളുടെ സംവരണം സംബന്ധിച്ചിട്ടുള്ള നറുക്കെടുപ്പ് നടക്കാനിരിക്കുന്നു. ആ നറുക്കെടുപ്പ് വരുന്നതോടെ സംവരണ വാർഡുകളെല്ലാം ഏതൊക്കെയാണ് എന്നുള്ളത് ചിത്രം വ്യക്തമാണ്. അതോടെ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഡിസംബർ 20-നോ 21-നോ പുതിയ ഭരണസമിതികൾ സത്യവാചകം നൽകി അധികാരമേറ്റെടുക്കും ഒരു മനോഭാവമുണ്ട്. അവരുടെ മനസ്സ് ഉറച്ച നിലപാടെടുത്തിരിക്കുന്നു എന്നുള്ളത് ജനങ്ങളുടെ മുഖത്ത് നിഴലിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, മഹാഭൂരിപക്ഷം വരുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഇന്നത്തേതിനേക്കാളും മെച്ചപ്പെട്ട നിലയിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഭരണസാരഥ്യത്തിലേക്ക് ആനയിക്കുന്നതിന് ജനങ്ങൾ തീരുമാനമെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. തട്ടി ഉണർത്തുക മാത്രമാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസാരഥ്യം ഉൾപ്പെടെയുള്ള പദവിയിലേക്ക് എന്തുകൊണ്ട് ഇടതുപക്ഷ ധാരാളം കാര്യങ്ങൾ ജനങ്ങളെ അങ്ങോട്ട് ചെന്ന് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു? ഞങ്ങൾ വലിയ അഭിമാനത്തോടും സംതൃപ്തിയോടും കൂടിയാണ് ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. കാരണം ജനങ്ങളുടെ ആഗ്രഹത്തിനും പ്രതീക്ഷയ്ക്കുമനുസരിച്ച് ഉയർന്ന് പ്രവർത്തിക്കുന്നതിനും സാധ്യമാവുന്ന കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ ക്ഷേമത്തെയും നാടിൻ്റെ സർവ്വതോന്മുഖമായ വികസനത്തെയും മുൻനിർത്തി നിർവഹിച്ചു പോകുന്നത് ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങളതിൽ വലിയ അളവിൽ വിജയിച്ചിട്ടുണ്ട്. ജനങ്ങളെല്ലാ അർത്ഥത്തിലും പൂർണ്ണ മനസ്സാലെ ഞങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്, ഞങ്ങളുമായി സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് വസ്തുത. ഞാനതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പിന്നാലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സഖാക്കൾ ചുമതലപ്പെട്ടവർ ഇവിടെയുണ്ട്. ഇടതുപക്ഷ മുന്നണിയുടെ ഇവിടുത്തെ നേതാക്കന്മാരും ഇവിടെയുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, അതിനെ തുടർന്ന് നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഡിസംബർ അവസാനത്തോടെ പഞ്ചായത്തുകളിലേക്ക് പുതിയ ഭരണസമിതികൾ അധികാരമേറ്റെടുത്ത് ചുമതലക്കാരായി വരും. അത് കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞാൽ, വെറും 3 മാസം കഴിഞ്ഞാൽ 4ാമത്തെ മാസം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഡിസംബർ കഴിഞ്ഞ് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഈ 3 മാസം കഴിഞ്ഞ് ഏപ്രിൽ മാസത്തിൽ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എവിടെ ചെന്നാലും ആളുകളുടെ മനോഭാവം എന്താണ്? എല്ലാവരും പ്രകടമാക്കുന്ന അഭിപ്രായം എന്താണ്? അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ 3ാമതും തുടർച്ചയായി അധികാരത്തിൽ വന്നെങ്കിൽ മാത്രമേ കേരളം ഇന്നോളം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ സംരക്ഷിക്കാൻ സാധിക്കൂ. അതുപോലെ തന്നെ പുതിയ തലത്തിലേക്ക് കേരളീയ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ സാധിക്കൂ എന്ന്
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്നിലണിനിരന്നിട്ടുള്ള ജനങ്ങൾ മാത്രമല്ല, മുന്നണിയെ വിമർശിക്കുന്നവരും ആക്ഷേപിക്കുന്നവരും അടക്കമുള്ള സാധാരണ ജനത, ചിന്താശക്തിയുള്ള ജനത മഹാഭൂരിപക്ഷവും ഇത്തരമൊരു നിലപാടിലേക്കാണ് വരുന്നത്. സ്വാഭാവികമായും അങ്ങനെ ഒരു നിലപാടിലേക്ക് വരുമ്പോൾ അത് നമുക്ക് കരുത്തും ആവേശവും എല്ലാം നൽകുന്ന ഘടകം തന്നെയാണ്. ഓരോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകനും അത് നല്ല നിലയിൽ ആവേശം നൽകുന്ന ഘടകം തന്നെയാണ്. എന്നാൽ ഇതിനൊരു മറുവശമുണ്ട്. ഒരു തരത്തിലും ഇത് ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥയില്ലാത്ത കേരളത്തിലെ പ്രതിപക്ഷമുണ്ട്. UDF എന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, കോൺഗ്രസും ലീഗും. അവരാണല്ലോ ഇവിടുത്തെ ഇതിൻ്റെയൊക്കെ ആളുകൾ. കൂട്ടത്തിൽ BJP ഉണ്ടാകും. പുതിയ കുറച്ച് ചങ്ങാതിമാരെ അവർ കൂട്ടിയിട്ടുമുണ്ട്, ഈ മതരാഷ്ട്രവാദികളെയൊക്കെ. ഫലത്തിലിപ്പോ UDF എന്നധികം പറയുന്നതിനൊരർത്ഥവുമില്ല. അതിന് മതരാഷ്ട്ര മുന്നണി എന്ന് തന്നെ അതിന് പറയേണ്ടി വരും. ആ നിലയിലേക്കുള്ള മാറ്റം UDFന്റെ, കോൺഗ്രസിന്റെ, ലീഗിന്റെ നേതാക്കന്മാർ തന്നെ പറയുന്നത് ഞങ്ങൾ ഇനി ഒരു രാഷ്ട്രീയ മുന്നണിയല്ല, എന്താ സാമൂഹ്യ മുന്നണിയാണ്. സംസ്കൃതത്തിലാണ് പറയുന്നത്, സംസ്കൃതത്തിലാണ്. അവർ ജമാഅത്തെ ഇസ്ലാമിയെ മുന്നണിയിൽ എടുക്കുന്നു. ഉപയോഗിക്കുന്ന വാക്ക് സംസ്കൃതമായിരിക്കും, അസോസിയേറ്റഡ് മെമ്പർ ആക്കും എന്നൊക്കെ കേട്ടാ വിചാരിക്കും വേറെന്തോന്നല്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയെ മുസ്ലിം ലീഗിനെ പോലെ കോൺഗ്രസിനെ പോലെ അവരുടെ മുന്നണിയിൽ ഘടകകക്ഷിയാക്കാനാണ്. അപ്പൊ അത് വന്നാൽ മതരാഷ്ട്രവാദികളെ മുന്നണിയിൽ വന്നാൽ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഞാൻ അതിന്റെ വിശദാംശങ്ങൾ പറയാം. കൂട്ടത്തിലാണ് ഒരു ചങ്ങാതി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാവ് പറയുന്നത്. അയാൾക്ക് നാക്ക് പിഴവാണെന്നൊന്നും ധരിക്കണ്ട. എന്താ പറഞ്ഞത്? ഒരു സ്റ്റേറ്റ് നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, എന്തിനാ UDF ജയിക്കുന്നത്, ലീഗും കോൺഗ്രസും ജയിക്കുന്ന ആർക്ക് വേണ്ടിയാ? ജനങ്ങൾക്ക് മൊത്തം വേണ്ടിയല്ല. ആർക്ക് വേണ്ടിയായിരിക്കണം? സമുദായത്തിന് വേണ്ടിയായിരിക്കണം. അത് തന്നെയല്ലേ ജമാഅത്തെ ഇസ്ലാമിയും പറയുന്നത്. അപ്പൊ അതിന്റെ പുറത്തുള്ളവരല്ലോ. ഇവിടെ ഏതെങ്കിലും സമുദായത്തിലോ മതത്തിലോ ജാതിയിലോ വിഭാഗത്തിലോ പെട്ടവർക്ക് ഏതെങ്കിലും അവഗണന ഈ 9 വർഷക്കാലത്തിനിടയിൽ കേരളത്തിലുണ്ടായോ? അങ്ങനെയല്ലേ ചോദിക്കേണ്ടത്, അല്ലേ? എവിടെയെങ്കിലും ഗവൺമെന്റ് ആരെയെങ്കിലും ഏതെങ്കിലും വിഭാഗത്തെ അവഗണിച്ച് മാറ്റി നിർത്തിയിട്ടുണ്ടോ? കോവിഡ് വന്നു, സംരക്ഷിക്കുന്നത് ഇന്ന വിഭാഗത്തിന് അന്നമില്ല, അല്ലെങ്കിൽ അവർക്ക് ആനുകൂല്യമില്ല പറഞ്ഞിട്ടുണ്ടോ? ലൈഫ് ഭവന പദ്ധതിയിൽ 5.25 ലക്ഷം ആളുകൾക്ക് ഇപ്പൊ 4.25 ലക്ഷമായി, ബാക്കിയുള്ളവർക്ക് വരാൻ പോകുന്നു. ഏതെങ്കിലും ഒരു മതത്തിലോ ജാതിയിലോ പെട്ടവരെ അകറ്റി നിർത്തിയിട്ടുണ്ടോ? എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ടല്ലേ ഗവൺമെന്റിന്റെ ഏതൊരു പദ്ധതിയുടെയും ജനക്ഷേമ നടപടികളുടെയും ആനുകൂല്യങ്ങളിൽ നിന്ന് ആരെയെങ്കിലും മാറ്റി നിർത്തിയോ? ക്ഷേമ പെൻഷൻ നൽകുമ്പോ ഇന്ന ജാതിയിൽപ്പെട്ടവർ അവിടെ നിൽക്കട്ടെ, അല്ലെങ്കിൽ ഇന്ന മതവിഭാഗത്തിൽപ്പെട്ട അർഹതപ്പെട്ടവർ അവിടെ നിൽക്കട്ടെ, മറ്റുള്ളവർക്ക് കൊടുക്കുക, എന്നിട്ടുണ്ടെങ്കിൽ കൊടുത്താൽ മതി എന്ന് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഈ ഗവൺമെന്റ് നിലപാടെടുത്തിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് ഈ വിഘടനവാദവും വർഗീയതയും പറയുന്നത്? എങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് സൂക്ഷ്മമായി പരിശോധിച്ച് വിലയിരുത്തേണ്ടത്. കാരണം എന്താ? വേറൊന്നും പറയാനില്ല. അവർക്ക് വലിയ വേവലാതി, ലീഗിനും കോൺഗ്രസിനും വലിയ വേവലാതിയാണ്, വെപ്രാളമാണ്. ആ വെപ്രാളത്തിൽ എന്തെല്ലാമാണ് ഇപ്പൊ കാട്ടിക്കൂട്ടുന്നത്, ചെയ്തു കൂട്ടുന്നത് എന്ന് ഒരു നിശ്ചയവും ആർക്കുമില്ല. ഇപ്പൊ ഏറ്റവും അവസാനം ഇന്നലെ അവസാനിച്ചിട്ടുള്ള നിയമസഭാ സമ്മേളനം ഇന്നുകൂടി ഉണ്ടാവേണ്ടതായിരുന്നു. 2-3 ദിവസമായിട്ട് നമ്മൾ കാണുന്നതല്ലേ, നിയമസഭക്കകത്ത് ഒരു നിലയിലും സാധാരണ തെരുവിൽ പോലും മനുഷ്യർ സ്വീകരിക്കാൻ പാടില്ലാത്ത ഒരു കള്ളിഷാപ്പിന്റെ മുമ്പിൽ ഒരു പൂർണ്ണ മദ്യപാനി ബോധം കെട്ടിട്ട് പോലും സ്വീകരിക്കാൻ പാടില്ലാത്ത നിലപാടുകൾ നിയമസഭക്കകത്ത് ഉയർന്ന കോൺഗ്രസ് ലീഗ് നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ അവിടെ നടന്നില്ലേ?
മുഖ്യമന്ത്രിയുടെ മുമ്പിലടക്കം പോയിട്ട് ഇത് ഭീഷണി മുഴക്കാനും കയ്യേറ്റം ചെയ്യാനും ശ്രമമുണ്ടായില്ല. അവിടുത്തെ വാച്ച് ആൻഡ് വാർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ ആളാണ്, ചുമതലക്കാരനാണ് ചീഫ് മാർഷൽ. അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്തില്ലേ? മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ചികിത്സിക്കേണ്ടി വന്നില്ലേ? സ്പീക്കർക്ക് നേരെ കയ്യേറ്റം ഉണ്ടായില്ലേ? അവഹേളിച്ചില്ലേ? ആ ഒരു മാനസികാവസ്ഥയിലേക്കാണ് എത്തുന്നത്. അവസാനം ഒന്നും ഏശുന്നില്ല. അവസാനം ശബരിമലയുടെ എന്തോ ഒരു വിഷയം. എന്താ? ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരാഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞ ഏതാനും ആഴ്ച മുമ്പ്, ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ നടന്നു. ആഗോള അയ്യപ്പ സംഗമമാണ്. കാരണം ശബരിമലയിലേക്ക് എല്ലാ തീർത്ഥാടന കാലത്തും ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നുണ്ട്. അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല, തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമല്ല, രാജ്യത്തിന് പുറത്തു നിന്ന് പോലും യൂറോപ്യൻ രാജ്യങ്ങളുമൊന്നും എല്ലാം ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള തീർത്ഥാടന കേന്ദ്രമാണ് ഇന്ന് ശബരിമല. അവിടെ ഭക്തജനങ്ങളുടെ എണ്ണം ഓരോ വർഷവും കൂടി വരികയാണ്. ഇപ്പൊ ഇക്കഴിഞ്ഞ ഈ മകരവിളക്ക് സീസണിൽ തീർത്ഥാടന ഘട്ടത്തിൽ നിങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. 54 ലക്ഷത്തോളം ഭക്തരാണ്, അയ്യപ്പ ഭക്തരാണ് ഇന്ത്യക്കകത്തു നിന്നും പുറത്തു നിന്നുമായിട്ട് അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അത്രയേറെ ലക്ഷക്കണക്കിന് ആളുകൾ എത്തിച്ചേരുന്ന തീർത്ഥാടന കേന്ദ്രങ്ങൾ ലോകത്ത് തന്നെ വളരെ വളരെ അപൂർവമാണ്. സ്വാഭാവികമായി തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു ഓരോ കൊല്ലവും. അപ്പോ അവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് സാധ്യമാവുന്ന വിധത്തിലെല്ലാമുള്ള മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് ദേവസ്വം ബോർഡിന്റെ ചുമതലയാണ്. സംസ്ഥാനത്ത് അധികാരത്തിലുള്ള ഒരു ജനാധിപത്യ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വ നിർവഹണത്തിന്റെ ചുമതല നിറവേറ്റുന്നതിന്റെ ഭാഗമായി ദേവസ്വം ബോർഡ് മുൻകൈയെടുത്തിട്ടാണ് ഒരാഗോള അയ്യപ്പ സംഗമം എല്ലാ ഭക്തജനങ്ങളെയും അവിടത്തേക്ക് വിളിച്ച് പരിപാടി നടത്തുക എന്നതല്ല സ്വീകരിച്ചത്. അതിന് അസാധ്യമാണ് എന്നറിയാമല്ലോ. എല്ലാ രാജ്യങ്ങളിൽ നിന്നും, മേഖലകളിൽ നിന്നും, സംസ്ഥാനങ്ങളിൽ നിന്നും എല്ലാം പ്രീതികൾ അവിടെ ഒരു 3000-ഓ മറ്റോ ആണ് കണക്കാക്കിയത്. 4000-ഓളം പേര് അവിടെ, 4000-ലധികം പേര് അവിടെ വന്നു ചേർന്നു. ആർക്കും ഒരു പരാതിയില്ലാത്ത നിലയിൽ കൃത്യമായി അത് നടന്നു. മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം തന്നെ ഓരോ മേഖലയിലും വരുത്തേണ്ട ദേവസ്വം ബോർഡ് ശ്രദ്ധിക്കേണ്ടത്, ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ടത്, ഇനി എന്തെല്ലാം മാറ്റങ്ങൾ വേണം, ഏതെല്ലാം സൗകര്യങ്ങളാണ് കൂടുതലായി ഇനി ഒരുക്കേണ്ടത്, അതെല്ലാം സംബന്ധിച്ച മാറി മാറിയുള്ള വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും നിർദ്ദേശങ്ങളും എല്ലാം രൂപപ്പെടുത്തുന്നതിനുള്ള പ്രത്യേക സമ്മേളനങ്ങളും അതിന്റെ ഭാഗമായി നടന്നു. അതിലൂടെ ഒരുപാട് നിർദ്ദേശങ്ങൾ രൂപപ്പെട്ടു. അതെല്ലാം ഒരു മാസ്റ്റർ പ്ലാൻ എന്നുള്ള നിലയിൽ, കർമ്മ പദ്ധതി എന്നുള്ള നിലയിൽ പ്രാവർത്തികമാക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചു. അപ്പോഴാണ് അതിലൂടെ ഇടതുപക്ഷത്തിന് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത വരും. അതിന് വെപ്രാളപ്പെട്ടിട്ട് എന്ത് കാര്യം? ഞങ്ങൾ വോട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടോ അല്ല, ഞങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം നിറവേറ്റുന്നതിന് മാത്രമാണ് ഗവൺമെന്റ് ദേവസ്വം ബോർഡിന്റെ ആഗോള അയ്യപ്പ സംഗമം എന്ന ആ നല്ല ഉദ്യമത്തിന് ഗവൺമെന്റ് സഹകരിച്ചതും പിന്തുണ നൽകിയതും. അവിടുത്തെ ദേവസ്വം ബോർഡാണ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് അങ്ങനെ ഒരു പരിപാടി ആവിഷ്കരിച്ചത്. ഗവൺമെന്റുമായി ചർച്ച ചെയ്തപ്പോൾ ദേവസ്വം വകുപ്പ് അതിന് നല്ല കാര്യം എന്നുള്ള നിലയിൽ പിന്തുണ നൽകുകയും ചെയ്തു. അതിലെന്താണ് തെറ്റ്? അതിലൂടെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു അഭിപ്രായം, മനോഭാവം ജനങ്ങൾക്കിടയിൽ രൂപപ്പെടാൻ അതുകൂടി ഒരു ഘടകമാകും എന്ന് കണ്ടപ്പോ അതിനെ അട്ടിമറിക്കണം. അതിന് ജനങ്ങളുടെ മതവിശ്വാസത്തിന് അതാകെ വ്രണപ്പെടുത്തിയിട്ട് എന്നിട്ട്
ജനങ്ങളെ വികാരം കൊള്ളിച്ച് ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായി അണിനിരത്താൻ പറ്റുമോ എന്ന ഒരു പാഴ്ശ്രമം 2019 അവിടെ സ്വർണപ്പാളിയുടെ ഒരു വിഷയം അവര് കാണുന്നില്ല. അത് പരാതി ഉന്നയിക്കുന്നത് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന അതിന്റെ കരാറെടുത്ത് നടത്തുന്ന കക്ഷിയാണ്, സ്പോൺസറാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഏതാനും ദിവസം മുമ്പാണ്, ഒരാഴ്ച മുമ്പ്, 4 ദിവസം മുമ്പോ മറ്റാണ് ഇയാളെ പരാതി. അവസാനം ദേവസ്വത്തിന് പ്രത്യേകമായ വിജിലൻസ് ഉണ്ട്, ഹൈക്കോടതിയിലടക്കം പ്രത്യേകം ബെഞ്ചുണ്ട്, ഒരു ഡിവിഷൻ ബെഞ്ച്. ദേവസ്വത്തിന്റെ വിഷയങ്ങൾ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടത് കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേകമായ ബെഞ്ചുണ്ട്. ജഡ്ജിമാരുടെ ഒരു വിഭാഗമുണ്ട് പ്രത്യേകമായി ചുമതലപ്പെടുത്തിയിട്ട്. അവർക്ക് വിജിലൻസ് സംവിധാനവും ഉണ്ട്. അവിടെ ഈ വിഷയമെത്തുന്നു, വിജിലൻസ് അന്വേഷിക്കുന്നു. അന്വേഷിച്ചപ്പോ കയ്യോടെ പിടിച്ചില്ലേ, കയ്യോടെ പിടിച്ചു. ആരെയാ പിടിച്ചത്? പരാതിക്കാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റി. അയാളുടെ പെങ്ങളെ വീട്ടിൽ നിന്ന് ഇത് കയ്യോടെ കണ്ടെടുത്തു വിജിലൻസ്. അതോടുകൂടി തീർന്നില്ലേ? ഏത് കള്ളി പുറത്തായില്ലേ? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതിപക്ഷത്തിന്റെ കോൺഗ്രസിന്റെ കയ്യിൽ ഒരു ചട്ടുകമായി, കോടാലി കൈയായി ഇടതുപക്ഷത്തിനെതിരായിട്ട് കളിക്കുകയായിരുന്നു. ഇതാർക്കാ അറിഞ്ഞുകൂടാത്തത്? അപ്പോഴാണ് വേറൊരു വിവാദവുമായിട്ട് മെല്ലെ രംഗത്ത് വരുന്നത്. ഇതെന്തോ സ്വർണം പരിശോധിക്കട്ടെ 2019 സ്വർണപ്പാളി അവിടുന്ന് കൊണ്ടുപോയതും അതുമായി ബന്ധപ്പെട്ടും ഇപ്പൊ പറയുന്ന എന്താ? ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം. 2021 പുതിയ മന്ത്രി, ദേവസ്വം മന്ത്രി. അതിനു മുമ്പ് ഉള്ളതാണ്. അതിൽ ഗവൺമെന്റിനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ എന്തെങ്കിലും മറച്ചുവെക്കാനോ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെന്റും ദേവസ്വം വകുപ്പും വളരെ കൃത്യമായി ഭക്തജനങ്ങളുടെ താല്പര്യത്തിനും മനസ്സിനുമൊപ്പമാണ്. ഒരു തട്ടിപ്പിനെയും വെട്ടിപ്പിനെയും ഇന്നോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അനുകൂലിച്ചിട്ടില്ല, നാളെയും അനുകൂലിക്കില്ല, അംഗീകരിക്കില്ല. ഹൈക്കോടതി തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന്, ഹൈക്കോടതിയുടെ കൂടി അഭിപ്രായമനുസരിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിച്ചിട്ട് വിട്ടുവീഴ്ചയില്ലാതെ, മുഖം നോക്കാതെ കർശനമായ നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് സ്വീകരിക്കും. കാരണം ശബരിമല അയ്യപ്പന്റെ സ്വത്ത് അത് അങ്ങനെ തട്ടിയെടുക്കാൻ അനുവദിക്കില്ല. ഒരു ദൈവസ്വത്തും തട്ടിയെടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അനുവദിക്കില്ല. അതുകൊണ്ടാണല്ലോ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് വലിയ വാർത്തക്കടയായതാണ് ഏറ്റുമാനൂരപ്പന്റെ വിഗ്രഹം, അല്ലേ? അത് മോഷണം പോയി. ഏറ്റുമാനൂരപ്പന്റെ വിഗ്രഹം തന്നെ കാണാനില്ല. എന്തെല്ലാം കോലാഹലമാണ് കേരളത്തിൽ ഉണ്ടായത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അന്നത്തെ ഗവൺമെന്റ് വളരെ കൃത്യമായി പോലീസിനെ വെച്ച് അന്വേഷിച്ചു, പിടികൂടി, ആളെ പിടിച്ചു, വിഗ്രഹവും കണ്ടെടുത്തു. പിടിച്ചപ്പോ ആരാ പിടിയിലായത്? കോൺഗ്രസ് അമ്പലം കള്ളൻ, മോഷ്ടാവ്. വിഗ്രഹവും കണ്ടെടുത്തു. എന്നിട്ട് അത് എവിടെ നിന്നാണോ മോഷ്ടിച്ചു കൊണ്ടുപോയത് അവിടെ കൊണ്ടുപോയി അവിടുത്തെ ക്ഷേത്രാധികാരികളുടെ, അതുപോലെ വിശ്വാസികളുടെ, അവരുടെ ആചാരമനുസരിച്ച് അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇത് ചെയ്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അപ്പൊ ഞാനിതെന്തിനാ ഇത് ഇവിടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇത്തരം കാര്യങ്ങളിലുള്ള സമീപസഭയിൽ തന്നെ സ്പീക്കർ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങളുടെ ആവശ്യമെന്ന് പറ. ഈ ബഹളം ഉണ്ടാക്കി, കോലാഹലം ഉണ്ടാക്കി, ആകെ അടിച്ചു തകർക്കാൻ നിങ്ങൾക്ക് എന്താ വേണ്ടത്? മുഖ്യമന്ത്രി പറഞ്ഞു, നിങ്ങൾക്ക് എന്തിനാണ് ഉത്തരം കിട്ടേണ്ടത്, വിശദീകരണം വേണ്ടത്?
ഭരണപക്ഷത്തെ മന്ത്രിമാരും MLA-മാരും പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്നത്, കോപ്രായം കാണിക്കുന്നത്? നിങ്ങൾക്കെന്താണ് വേണ്ടത്? എന്താണ് വേണ്ടത് എന്നുള്ളതിന് ബബ്ബ. എന്താ സംഗതി? ഞാൻ നേരത്തെ പറഞ്ഞ മാനസികാവസ്ഥയാണ് കാരണം. സൂക്കേട് അവിടെയാണ്. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, ഉള്ളതും പോവും. അതിനെ തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, പിന്നെ പറയാനുമില്ല, ഒന്നും സംരക്ഷിക്കാൻ കഴിയില്ല. അത് ഉള്ള സീറ്റ് പോലും സംരക്ഷിക്കാനാവില്ല. അപ്പൊ പിന്നെ ബഹളമുണ്ടാക്കി ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തി, എന്നിട്ട് എന്തെല്ലാമോ ഇങ്ങനെ കേരളത്തിൽ ഇടതുപക്ഷം കാട്ടിക്കൂട്ടുന്നു എന്ന് വരുത്തിയിട്ട് കോലാഹലമുണ്ടാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കുറച്ച് നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്നതാണ് അവരുടെ പരിശ്രമം. അതൊന്നും ഏശാൻ പോകുന്നില്ല. കാരണം ജനങ്ങൾ ഇതെല്ലാം കൃത്യതയോടെ മനസ്സിലാക്കുന്നുണ്ട്. പഴയ കാലമല്ല. പണ്ട് ഈ മനോരമയും മാതൃഭൂമിയും മാത്രം വായിച്ചിട്ട് ചില ചാനലും നോക്കിയിട്ട് ചിലപ്പോ കുറച്ചാൾ അങ്ങനെയൊക്കെ നിലപാടെടുത്ത് പോയിട്ടുണ്ടാകാം. ഇപ്പോ അത് പൂർണ്ണമായി മുഖബലക്കെടുത്ത് നിലപാടെടുത്ത് വോട്ട് രേഖപ്പെടുത്തുന്നവരല്ല കേരളത്തിലെ ജനങ്ങൾ. അങ്ങനെ ആയിരുന്നെങ്കിൽ 2021 നമ്മൾ വീണ്ടും അധികാരത്തിൽ വരാൻ പാടുണ്ടായിരുന്നോ? തുടർ ഭരണം ലഭിക്കുമായിരുന്നോ? എത്രമാത്രം വികൃതമായ വിഷലിപ്തമായ പ്രചാരവേലയാണ് നമുക്കെതിരായി, ഇടതുപക്ഷത്തിനെതിരായിട്ട് 2021 തെരഞ്ഞെടുപ്പിന്റെ മുമ്പേ കുറേ മാസങ്ങൾ തുടർച്ചയായി കേരളത്തിൽ നടത്തിയത്. ഈ പത്രമാധ്യമങ്ങൾ, ചാനലുകൾ, UDF-ന്റെ, ലീഗിന്റെ, കോൺഗ്രസിന്റെ, BJP-യുടെ നേതാക്കന്മാരെല്ലാം നടത്തിയത് നിങ്ങളൊന്ന് ഓർമ്മിച്ച് നോക്ക്. എന്തെല്ലാമായിരുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി ആരെങ്കിലും, അത് പിന്നെ എന്താ കൈതോലപ്പായൽ, പിന്നെ ഈത്തപ്പായത്തിന് അതിന്റെ കുരു ഒഴിവാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ വലിയ പണിയുണ്ടായിരുന്നു. ഖുറാന്റെ അകത്ത് പിന്നെ എന്തെല്ലാമാണ് പറഞ്ഞത്. ഇങ്ങനെ എന്തെല്ലാം നുണകളാണ് എഴുന്നള്ളിച്ചത്. എത്രമാത്രം ചാനലുകളെല്ലാം അതിനെ മുൻനിർത്തി ചർച്ചകൾ സംഘടിപ്പിച്ചു. ആരെങ്കിലും വിശ്വാസത്തിലെടുത്തോ? അങ്ങനെ വിശ്വാസത്തിലെടുത്തിരുന്നെങ്കിൽ ഇത്രമാസം മോശക്കാരായി ചിത്രീകരിച്ച ഇടതുപക്ഷത്തെ വീണ്ടും ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിൽ കൊണ്ടുവരുമായിരുന്നോ? ജനങ്ങൾ എന്താ അങ്ങനെ മോശക്കാരാണോ? ജനങ്ങളാ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ പത്രങ്ങളും മാധ്യമങ്ങളും ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാരും പറയുന്നതല്ല, നേരെ മറിച്ച് ഓരോ മനുഷ്യരും, അത് LDF ആവട്ടെ, UDF ആവട്ടെ, BJP ആവട്ടെ, ആരുമാവട്ടെ, മനുഷ്യന്, സാധാരണ മനുഷ്യന് അവന്റെ ജീവിതാനുഭവങ്ങളാണ് വലുത്. അതാണ് പ്രശ്നം. ആ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കേരളത്തിന്റെ മാറ്റത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും ഓരോ കുടുംബത്തിന്റെയും രക്ഷയ്ക്കും, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഓരോ വീട്ടിലും അടുപ്പിൽ തീ പുകയുന്നതിന് ഇടതുപക്ഷമാണോ UDF ആണോ, ആരാണ് കേരളത്തിൽ അധികാരത്തിൽ തുടരേണ്ടത് എന്നുള്ളത് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇടതുപക്ഷമാണ് ഞങ്ങളുടെ രക്ഷയെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതാണ് കാര്യം. ഇതിപ്പോ നിങ്ങൾ നോക്ക്, സാമൂഹ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കേരളം നമ്മുടെ രാജ്യത്ത് നമ്പർ 1 ആണ്. എല്ലാ മേഖലകളിലും കേരളം നമ്പർ 1. ഏതെങ്കിലും ഒന്നിൽ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഏതെങ്കിലും മേഖലകളിൽ കേരളം പറകിലായിപ്പോയി എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും, ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, വിളിച്ചു പറഞ്ഞോളൂ. ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ മേഖലകളിലും നമ്പർ 1 ആണ്. കോൺഗ്രസും ലീഗും എല്ലാം നമുക്കെതിരായിട്ട് ഉറഞ്ഞു തുള്ളുന്നു, BJP-യും എല്ലാം. അതേ അവസരത്തിൽ കോൺഗ്രസിനോട് തിരിച്ച് നമ്മൾ അങ്ങോട്ട് കോൺഗ്രസിനോട് ചോദിക്കാനുള്ളത്, എല്ലാ കോൺഗ്രസുകാരോടും ഞങ്ങൾ ചോദിക്കുന്നു, രാഹുൽ ഗാന്ധിയെ നിങ്ങൾ അംഗീകരിക്കുമോ? രാഹുൽ ഗാന്ധിയെക്കാളും വലിയ കോൺഗ്രസ് നേതാവ് ഇന്ത്യയിൽ കോൺഗ്രസിന് പറയുണ്ടോ? കോൺഗ്രസിന്റെ രാജ്യത്തെ അവസാന വാക്ക് പറയേണ്ട മനുഷ്യനല്ലേ രാഹുൽ ഗാന്ധി, ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ്? അദ്ദേഹം എന്താ 4 ദിവസം മുമ്പേ പറഞ്ഞത്? ഞാൻ ഈ പറഞ്ഞത് തന്നെ അല്ലേ? കേരളം നമ്പർ 1 ആണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് കോൺഗ്രസിന്റെ കാതുകളിൽ എത്തിയിട്ടില്ലേ?
അത് മാത്രമല്ല, ശശി തരൂർ കുറച്ചു ദിവസം മുമ്പേ തന്നെ പറഞ്ഞു, കേരളത്തിലെ കോൺഗ്രസിൽ ഏറ്റവും മുതിർന്ന കോൺഗ്രസുകാരിൽ പ്രമുഖനല്ലേ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാർക്ക് അനുകൂലമായി പറയും എന്ന് നിങ്ങൾ ആര് പറഞ്ഞാലും ഞാൻ സമ്മതിച്ചു തരില്ല. ശരീരം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് വിരോധിയാണ്. പക്ഷേ ആ മനുഷ്യന് പോലും പറയേണ്ടി വന്നില്ലേ, ഈ ഭരണത്തിന്റെ നേട്ടങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മൂന്നാമതും തുടർഭരണം ലഭിക്കാനുള്ള സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് എന്ന് വളച്ചു തിരിച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞാൽ അതിന്റെ പച്ച മലയാളം എന്താണ് അതിന്റെ അർത്ഥം? ഇതെല്ലാം ഈ നാട്ടിലെ കോൺഗ്രസിന്റെ ലീഗിന്റെ നേതാക്കന്മാർ കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ? എന്താ കാര്യം? കേരളം കൈവരിച്ച നേട്ടങ്ങൾ എങ്ങനെയായി ഈ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞത്? നിങ്ങൾ ഓരോ മേഖലയും എടുത്തോ. ഇപ്പൊ കേരളത്തിൽ പോലീസിനെ സംബന്ധിച്ച് കുറ്റം പറയും. പോലീസ് എപ്പോഴും ഏത് കാലത്തും ആക്ഷേപത്തിന് ഇരയാവുന്ന വിധേയമാകുന്ന ഒരു വിഭാഗമാണ് പോലീസുകാർ. പണ്ടേ പോലീസിനെ കുട്ടികളൊക്കെ പോലീസിനെ വിളിക്കും, എടാ പോലീസ് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കരയുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ചിലപ്പോ ഇപ്പാരും അങ്ങനെ പറയാറില്ല അല്ലേ? കാരണം പോലീസ് എന്ന് പറഞ്ഞ ഒരു സങ്കല്പമുണ്ട്, അതങ്ങ് മാറി. ആരുടെ മേലെയും വേണ്ടാതെ കുതിര കയറുന്ന ഒരു വിഭാഗമായിട്ടാണ് പോലീസിനെ പണ്ടേ നമ്മളൊക്കെ കണ്ടുപോകുന്നത്. ആ ചിത്രമാകെ മാറിയില്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൽ പോലീസ് എല്ലാ അർത്ഥത്തിലും ഒരു ജനകീയ സേനയായി, ജനങ്ങളോട് ആഭിമുഖ്യമുള്ള ഒരു സേനയായി മാറി. ചില ക്രിമിനൽ സ്വഭാവമുള്ളവരുണ്ടാവും, അവരെ അത് നോക്കിയിട്ട് പരിശോധിച്ച് നടപടിയെടുക്കുക എന്നതിൽ വിട്ടുവീഴ്ചയില്ലാതെ LDFന്റെ ഗവൺമെന്റ് നിലപാടും സ്വീകരിക്കുന്നുണ്ട്. പോലീസിൽ വന്ന മാറ്റം എന്താ? ഇപ്പൊ കോവിഡ് കാലം നിങ്ങളെല്ലാം ഓർമ്മിക്കുന്നില്ലേ? വലിയ ദുരന്തം, മഹാമാരി. ആ കോവിഡ് കാലത്ത് നമ്മൾ LDFന്റെ പ്രവർത്തകന്മാർ, DYFI സഖാക്കൾ ഉൾപ്പെടെ സന്നദ്ധ പ്രവർത്തകരായി എല്ലാവരും രംഗത്തുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ പോലീസുകാരും ഉണ്ടായിരുന്നില്ലേ? ആ സന്നദ്ധ പ്രവർത്തനത്തിനിടയിൽ സ്വന്തം ജീവൻ മറന്ന് സന്നദ്ധ പ്രവർത്തനം നടത്തുന്നതിനിടയിൽ കോവിഡ് ബാധിച്ച് മരിച്ചത് എത്ര പോലീസുകാരാണെന്ന് അറിയാമോ? 18 പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് കേരളത്തിൽ കോവിഡ് ബാധിച്ച് മരിക്കേണ്ടി വന്നത്. ഇക്കഴിഞ്ഞ പ്രളയത്തിന്റെ കാലത്ത് എല്ലാം പ്രകൃതി ദുരന്തമുണ്ടാകുമ്പോ സന്നദ്ധ പ്രവർത്തകരോടൊപ്പം പോലീസുണ്ട്. പോലീസ് വന്നൊരു മാറ്റമാണത്. മാത്രമല്ല, ഏത് പ്രമാദമായ കുറ്റകൃത്യങ്ങളും വളരെ മികവോടെ അന്വേഷിച്ച് കുറ്റവാളികളെ കണ്ടെത്തുന്നതിൽ ഇന്ത്യയിൽ ഒരിടത്തുമില്ലാത്ത സാമർത്ഥ്യവും മികവും കേരള പോലീസ് കാണിക്കുന്നു. ഇങ്ങനെ ജനങ്ങളെ സഹായിക്കുന്നതിലും കുറ്റാന്വേഷണത്തിലുമെല്ലാം കേരള പോലീസ് ഇന്ത്യക്ക് മാതൃകയായി. ഇന്ന് രാജ്യത്തെ ഏറ്റവും മെച്ചപ്പെട്ട ക്രമസമാധാന നില ഭദ്രമായ നിലയിൽ നിലനിൽക്കുന്ന സംസ്ഥാനം നമ്പർ 1 കേരളം. ഇത് വെറുതെ കുട്ടിച്ചാത്ത സേവയായിട്ടുണ്ടായതല്ല, ഇങ്ങനെ വന്നതാണ് ഈ പോലീസിൽ വന്നിട്ടുള്ള മാറ്റം. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്ത് ആവിഷ്കരിച്ച പോലീസ് നയം നടപ്പിലാക്കി മുഖ്യമന്ത്രിയും ഗവൺമെന്റും നടപ്പിലാക്കുന്നതിലൂടെ കൈവരിക്കാൻ കഴിഞ്ഞ മാറ്റമാണ്. നിങ്ങൾ വിദ്യാഭ്യാസ മേഖല എടുത്തോ. കേരളത്തിൽ UDFന്റെ കാലത്ത്, പഴയ കാലമൊന്നുമല്ല, 2011 തൊട്ട് 16 വരെ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത്, ഈ UDF ഭരിക്കുന്ന കാലത്ത് വിദ്യാഭ്യാസ വകുപ്പ് എല്ലാ കാലത്തും കൈകാര്യം ചെയ്തിട്ടുള്ളത് നമ്മുടെ എല്ലാം ഓർമ്മയിൽ ആരാ? ഏത് പാർട്ടിയാ? മഹാനായ ജോസഫ് മുണ്ടശ്ശേരി. അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു, വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്നു, വലിയ എഴുത്തുകാരനായിരുന്നു, മഹാനായിരുന്നു. ആ നിലയിൽ അദ്ദേഹത്തെ എല്ലാവരും കാലമെത്ര കഴിഞ്ഞാലും
എല്ലാവരുടെയും മനസ്സിൽ ജോസഫ് മുണ്ടശ്ശേരി ഉണ്ടാവും. എന്നാൽ മുണ്ടശ്ശേരിയുടെ പേര് അറിയാവുന്ന പോലെ തന്നെ UDFന്റെ കാലത്തെ 2 വിദ്യാഭ്യാസ മന്ത്രിമാരുടെ പേരും ആളുകളുടെ മനസ്സിലുണ്ടാകും. നല്ലേ ചെയ്തിട്ടല്ല, വിഡ്ഢിത്തം എഴുന്നള്ളിച്ചിട്ടും അതുപോലെ തന്നെ കഴിവുകേടിന്റെ പര്യായമാണെന്ന് തെളിയിച്ചതിന്റെയും അടിസ്ഥാനത്തിൽ അപഹാസ്യരായി തീർന്ന 2 ലീഗിന്റെ നേതാക്കന്മാരായ 2 വിദ്യാഭ്യാസ മന്ത്രിമാരുടെ പേര് നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ വരുന്നുണ്ടാകും. ഒന്ന് പറഞ്ഞ ഉറക്കെ പറയണ്ട. അത് ആരല്ല? സൂപ്പിയു റബ്ബു അല്ലേ? എങ്ങനെയാ അവര് പേരുണ്ടാക്കിയത്? UDFന്റെ ഭരണകാലത്ത് സ്കൂൾ കുട്ടികൾക്ക് പുസ്തകം ഉണ്ടായിരുന്നു, പാഠപുസ്തകം ഇല്ല അല്ലേ? പാഠപുസ്തകം കിട്ടിയില്ല, ഫോട്ടോസ്റ്റാറ്റ് എടുക്കണം. ഫോട്ടോസ്റ്റാറ്റ് ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് മറ്റു കുട്ടികൾക്കൊക്കെ. അതുപോലെ ഓണപ്പരീക്ഷ വന്നിട്ടും ഓണക്കാലത്തെ പരീക്ഷ വന്നിട്ടും കുറെ ക്ലാസ്സിലെ പുസ്തകവും ഇല്ല. അപ്പൊ സൂപ്പിയോട് ചോദിച്ച്, അത് അല്ല ഏത് പുസ്തകമാണ് കിട്ടാത്തതെന്ന് സൂപ്പി. അപ്പോൾ ആരോ പറഞ്ഞു 4ാം ക്ലാസ്സിലെ പുസ്തകം കിട്ടിയിട്ടില്ല. 3ാം ക്ലാസ്സിൽ ഉണ്ടോ എന്ന് സൂപ്പി തിരിച്ചു ചോദിച്ചു. എവിടെയല്ലോ 1-2 ആർക്കെല്ലോ കിട്ടിയതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. 1ാം ക്ലാസ്സിൽ ഉണ്ട്. അതുപോലെ തന്നെ എവിടെയോ 3-4 കുട്ടികൾക്ക് അതും കിട്ടിയിട്ടുണ്ട്. എന്നാൽ തപ്പി പിടിച്ചിട്ട് ആ 3ലെ പുസ്തകം എവിടെയാണ് നോക്ക്, ഏത് കുട്ടീൻ്റെ അടുത്താണ് 1ലെ തേടിയാണ്, 2ഉം കൂടി കൂട്ടിയും കിട്ടിയിട്ട് എന്നാ 4-ാവും. ഞാൻ പറഞ്ഞ വിവരക്കേടിന്റെ എൻ്റെ പീസ്. ആ റബ്ബ് പിന്നെ മന്ത്രിയായ റബ്ബിനോട് ചോദിച്ചു, അത് മാർച്ച് മാസം ഇത് പിന്നെ ആയിട്ടും പരീക്ഷ ഇതില്ല, ഓണത്തിന്റെ ഇത് വന്നിട്ടും പുസ്തകമില്ല. അപ്പൊ എന്താ ചോദ്യം? എന്താ പുസ്തകമില്ല? ഓണം നേരത്തെ വന്നതിന് ഞാനെന്താക്കാനാണ്? ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴോ സ്കൂൾ പൂട്ടും എപ്പോഴാ? മാർച്ച് മാസത്തിൽ, മാർച്ച് 31 അല്ലേ? 2 മാസം ഏപ്രിലും മെയ്യും മധ്യവേനൽ അവധിയാണ്. സ്കൂൾ പൂട്ടിയിട്ട് കുട്ടികൾ 2 മാസത്തെ അവധിക്ക് വീട്ടിലേക്ക് ഇങ്ങനെ തിരിച്ച് പോകാൻ നോക്കുമ്പോൾ എല്ലാ സ്കൂളിൽ നിന്നും കുട്ടികൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? അടുത്ത കൊല്ലത്തെ പുസ്തകം. 1ാം ക്ലാസ്സിൽ നിന്ന് ക്ലാസ് അവസാനിപ്പിച്ച് മധ്യവേനൽ അവധിക്ക് വീട്ടിലേക്ക് പോകുന്ന കുട്ടിക്ക് 2ാം ക്ലാസ്സിലെ പുസ്തകം. കാരണം 2 മാസം കഴിഞ്ഞാൽ 2ലാണ് എത്തേണ്ടത്. ഇങ്ങനെ കുട്ടികൾക്ക് മുൻകൂട്ടി തന്നെ പാഠപുസ്തകം തയ്യാറാക്കി കൊടുക്കുന്നിടത്തേക്ക് ഇടതുപക്ഷ മുന്നണി എത്തിച്ചില്ലേ? നിങ്ങളറിയോ, 1000-ലധികം വിദ്യാലയങ്ങളാണ് കേരളത്തിൽ ലാഭകരമല്ല എന്ന് പറഞ്ഞിട്ട് അടച്ചുപൂട്ടിയത്. കുട്ടികൾ കുറഞ്ഞിട്ട് അടച്ചുപൂട്ടിപ്പോയത്. എല്ലാം തുറന്നില്ലേ? എല്ലാം ഗവൺമെന്റ് ഏറ്റെടുത്തില്ലേ? ഇന്ന് കേരളത്തിൽ ലക്ഷക്കണക്കിന് കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിൽ കൂടുതലായി വന്നു ചേർന്നു. എന്തൊരു മാറ്റമാണ്! ലോകോത്തര നിലവാരത്തിലേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല മാറി. രണ്ടാമതും ഇടതുപക്ഷത്തിന് തുടർഭരണം കൈവന്നതോടെ നാം ഒരു കാര്യം 4 കൊല്ലം മുമ്പ് ആലോചിച്ചു. 2021 എന്താലോചിച്ചെന്നറിയോ? ഈ പൊതുവിദ്യാഭ്യാസത്തിൽ വന്നിട്ടുള്ള ഈ മാറ്റവും മുന്നേറ്റവും അതിന് തുടർച്ച വേണം. ഉന്നത വിദ്യാഭ്യാസത്തിലും നമുക്ക് ഇടപെടണം. ഇതിന്റെ തുടർച്ച. അങ്ങനെ ഇടപെട്ടിട്ട് 3 കൊല്ലം പിന്നിട്ടപ്പോ 4ാമത്തെ കൊല്ലത്തിലേക്ക് എത്തിയപ്പോ എന്താ ഇപ്പോ രാജ്യത്തിന്റെ മുമ്പിലുള്ള ചിത്രം? ഇന്ത്യ ഗവൺമെന്റ് പറയുന്നു, ഈ അനന്തവിശാലമായ ഇന്ത്യയിൽ ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റികൾ എവിടെ? കേരളത്തിൽ. ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിക്കുന്ന കോളേജുകൾ എവിടെയാ? ഏത് സ്റ്റേറ്റിലാ ഉള്ളത്? കേരളത്തിൽ. കണ്ടോ? വിദ്യാഭ്യാസത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസം തൊട്ട് പ്രീ പ്രൈമറി തലം തൊട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ വരെ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തി. എന്നിട്ട് നമ്മുടെ ലക്ഷ്യമെന്താ? കേരളത്തിൽ നിന്ന് നിങ്ങളുടെ ഈ ചെക്കോട്ടി ബസാറിലും വില്യാപ്പള്ളി പഞ്ചായത്തൊന്നും പലയിടത്തൊന്നും കുട്ടികളൊക്കെ കുറച്ചു പേരൊക്കെ പഠിക്കുന്നതിന് ലോണൊക്കെ എടുത്തിട്ട് വിദേശത്തും അതുപോലെ മറ്റ് ഉത്തരേന്ത്യൻ യൂണിവേഴ്സിറ്റികളിലൊക്കെ പോകുന്നുണ്ട്. അവർക്കെല്ലാം നാളെ മറ്റന്നാൾ അവരുടെ അഭിരുചിക്ക് താല്പര്യത്തിനനുസരിച്ച് പഠിച്ചുന്നതങ്ങളിലെത്തുന്നതിനുള്ള സംവിധാനങ്ങൾ ഈ കേരളത്തിൽ തന്നെ ഒരുക്കണം. അതിന്റെ പരിശ്രമത്തിലാണ് നാം. കേരളത്തിലെ നമ്മുടെ മക്കൾക്ക്, പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് ഇവിടെ പഠിക്കാനുള്ള ഈ അവസരം മാത്രമല്ല, എന്തുകൊണ്ട് അമേരിക്കയിലെയും യൂറോപ്യൻ രാജ്യങ്ങളിലെയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് ലോകോത്തരമായ കേന്ദ്രം എന്നുള്ള നിലയിൽ കേരളത്തിലേക്ക് വന്ന് കേരളത്തെ ഉപയോഗപ്പെടുത്തിക്കൂടാ? അങ്ങനെ
ലോകോത്തരമായ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രമായി നാളെ കേരളം മാറാൻ പോവുകയാണ്. ഇതെല്ലാമാണ് വിദ്യാഭ്യാസ മേഖലയിൽ കേരളം നടത്തിയിട്ടുള്ള ഇടപെടൽ. ആരോഗ്യ മേഖല നിങ്ങളെടുത്തോ, എത്ര വലിയ മാറ്റമാണ്, എത്ര വലിയ മുന്നേറ്റമാണ്. ഓരോ പഞ്ചായത്തിലും ഇപ്പോ പണ്ടുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, ഇവിടുത്തെ ഇപ്പൊ എവിടെയാ സുരേഷ്, വില്യാപ്പള്ളി ഗബിമേനോ, അതെ, അതിപ്പോ കുടുംബാരോഗ്യ കേന്ദ്രം അല്ലേ, പുതിയ കെട്ടിടമായി. അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു, പുതിയ കെട്ടിടമായി. എത്ര ഡോക്ടർമാരുണ്ട്? 3 ഡോക്ടർമാരുണ്ട്. പണ്ടത്തെ KB മേനോൻ മെമ്മോറിയൽ സർക്കാർ ആശുപത്രിയുടെ സ്ഥിതി എന്താ? എൻ്റെ നാട്ടിലൊക്കെ ഉള്ളത് എനിക്കറിയാം. ഞാൻ പല പൊതുയോഗത്തിലും പറയാറുണ്ട്, ചെറുപ്പത്തിൽ പനിയോ എന്ത് സൂക്കേട് വന്നാലും വീട്ടിൽ നിന്ന് തൊട്ടടുത്ത വളയം ഗവൺമെൻറ് ആശുപത്രിയിൽ പോകും. പ്രൈമറി ഹെൽത്ത് സെന്റർ, പ്രാഥമികാരോഗ്യ കേന്ദ്രം. അമ്മ പറയും ഒരു കുപ്പിയൊന്നും എടുത്തോ. വീട്ടിൽ തപ്പിയിട്ട് കുപ്പി ഇട്ടില്ലെങ്കിൽ ആസ്പത്രിയുടെ മുമ്പിൽ ഈ മുറുക്കുവരെല്ലാം വെക്കുന്ന, ഈ മുട്ടായിയെല്ലാം വെക്കുന്ന, എന്നിട്ട് ഒരു സിമെന്റിന്റെ തൊട്ടി ഉണ്ടാവും, അതിൽ കുറേ വെള്ളവും കുറച്ച് കുപ്പിയും ഉണ്ടാവും, ഒരു നീണ്ട പുറച്ചും ഉണ്ടാവും, കുപ്പി കയറ്റി കൊടുക്കാൻ. നിങ്ങൾക്ക് ആർക്കൊക്കെ ഓർമ്മയുണ്ടോ അങ്ങനെയുള്ളൊരു സ്ഥിതി? ഇപ്പോൾ എവിടെയെങ്കിലും ഉണ്ട്? അങ്ങനെ ഇല്ലല്ലോ, അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ആടുന്നൊരു കുപ്പിയും വാങ്ങിയിട്ട് ഒരു ഓർക്കൂട്ട് തിരിച്ചിട്ട് ആസ്പത്രിയിൽ പോകും. ആസ്പത്രിയിൽ പോയാൽ 10 മണിക്ക് ഒരു ഡോക്ടർ വരും, ഒറ്റ ഡോക്ടറാണ്. 10 മണിക്ക് വരും, പാലിനിറക്കി അളക്കും. അതിൻ്റെ ഇടയ്ക്കുള്ള സമയത്ത് തിക്കി തിരക്കി ക്യൂ നിന്നിട്ട് കാണിച്ച് ഒരു ഷീട്ടും വാങ്ങിയിട്ട് ഈ കുപ്പിയും കൊണ്ട് ആടുന്നൊരു, നമ്മളെ പഴയ റേഷൻ കടയിൽ നിന്ന് മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് പോലെ ഒരു ചുവന്ന വെള്ളം ഒഴിച്ചു. എന്തെന്നാ വെള്ളത്തിൻ്റെ പേര്? മിച്ചറ്. ഞാനെല്ലാം അന്ന് അങ്ങനെയാ പറഞ്ഞത്. ഇപ്പം ആ ചുവന്ന വെള്ളം ഏതെങ്കിലും ആസ്പത്രിയിൽ ഒഴിച്ചു കൊടുക്കും ഉണ്ടോ? എൻ്റെ അനുഭവത്തിലുള്ളതാണ്. അത് പനിയായാലും ഇല്ല, ഛർദിയായില്ല, തലവേദനയായാലും ഇല്ല, ഏത് സൂക്കടായാലും ഈ ചുവന്ന വെള്ളം ഇപ്പോ എല്ലാറ്റിനും വരുന്നുണ്ട്. 10 മണിക്ക് വരുന്ന ഡോക്ടർ പാലിനിരക്ക് പോവല്ല. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ KB മേനോൻ മെമ്മോറിയൽ ആശുപത്രിയിൽ വൈകുന്നേരം വരെ 3 ഡോക്ടർമാരുണ്ട്. ഇതാണ് വന്ന മാറ്റം. ഈ വിദ്യാപ്പള്ളിയിലെ KB മേനോൻ മെമ്മോറിയൽ ഹോസ്പിറ്റൽ പോലെ കേരളത്തിന്റെ നാട്ടുംപുറങ്ങളിൽ എത്ര കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വികസിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്നുണ്ടെന്നറിയാമോ? 855 കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ. 855 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുണ്ട്. ഇതിന്റെ പുറമെ 5416 ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ നാട്ടുംപുറങ്ങളിൽ ഇന്നുണ്ട്. 5416. 338 നഗര ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ നഗരപ്രദേശത്തുമുണ്ട്. ഇതൊക്കെ നാട്ടുകാരുടെ ആരോഗ്യം പരിരക്ഷിക്കുന്നതിനു വേണ്ടിയാണ്, അല്ലാതെ കളിതമാശക്കല്ല. ഇത് മാത്രമല്ല, ഈ ഹെൽത്ത് സംവിധാനം അതെന്താന്ന് പിടികിട്ടിയോ? ഇനിയിപ്പോൾ അത് പൂർണ്ണമായിട്ട് എല്ലാ സ്ഥലത്തും അങ്ങോട്ട് പ്രാവർത്തികമായാൽ, ബാലറാം മാഷ് പനി വന്നിട്ട് പോയിട്ട് എനിക്ക് പനിയാണ്, 6 മാസമായി ഇടക്കിടക്ക് ഇങ്ങനെ ഒരു പനി, എന്താണെന്നറിയില്ല, ചുമ, ഇതൊന്നും പറയേണ്ട കാര്യമില്ല. ആടെ പോയിട്ട് അങ്ങ് ഇരുന്നാൽ മതി. ഡോക്ടറും അവിടുത്തെ സ്റ്റാഫും എല്ലാം കൂടി കമ്പ്യൂട്ടർ എടുത്തിട്ടിട്ട് ബാലറാം മാഷ് ശരി, നിങ്ങൾക്ക് ഇന്ന സൂക്കേടാകും, എല്ലാം അവിടെ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. മനസ്സിലായോ? നിങ്ങൾക്ക് ഓരോ മനുഷ്യന്റെയും ആരോഗ്യസ്ഥിതി കൃത്യമായി എന്നിട്ട് ചികിത്സിക്കാനുള്ള സംവിധാനമാണ്. ഏത് രാജ്യത്തുണ്ട്? ഇവിടെ അല്ലാതെ ഇങ്ങനൊരു സംവിധാനം ലോകത്ത് വേറെ ഒറ്റ രാജ്യത്തേ ഉള്ളൂ. അത് ഞാൻ പറയാം. അതെ, 12 ജില്ലാ ആശുപത്രികളിൽ കേരളത്തിൽ ഇപ്പൊ അവയവമാറ്റ ശസ്ത്രക്രിയയുണ്ട്. അവയവമാറ്റം എന്ന് പറഞ്ഞാൽ, ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കേണ്ട ഈ നഖാറ്റം മാറ്റി വെക്കുന്നതല്ല. ഹാർട്ട്, അതുപോലെ കിഡ്നി, കരള്, പ്രധാനപ്പെട്ട മനുഷ്യ ശരീരത്തിലെ അവയവങ്ങൾ മാറ്റിവെക്കാനുള്ള സംവിധാനങ്ങൾ. മാത്രമല്ല, ഇന്ത്യയിലാദ്യമായി നമ്മുടെ രാജ്യത്ത് അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തുന്നതിനുള്ള ഒരു പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിനുവേണ്ടി മാത്രം എവിടെയാണ് സ്ഥാപിക്കാൻ പോകുന്നത്? നമ്മുടെ കേരളത്തിൽ എവിടെയാ? നിങ്ങളിതൊന്നും പത്രത്തിൽ ഇതൊക്കെ ഇടയ്ക്ക് ചിലത് വായിച്ചാൽ മനസ്സിലാടെ വെച്ചേക്കണം. നമ്മുടെ കോഴിക്കോട്ടാണ്. ആ ചേവായൂർ ഭാഗത്ത് അതിന് സ്ഥലമൊക്കെ ഏർപ്പാട് ചെയ്തിട്ട് വളരെ വേഗത്തിൽ അതിന്റെ നടപടികൾ മുമ്പോട്ട് പോവുകയാണ്.
560 കോടി രൂപയ്ക്ക് ആദ്യം ഘട്ടത്തിൽ അതിന് നീക്കി വെച്ചിരിക്കുന്നത് കണ്ടോ. ഒരു ആൾക്ക് ഇപ്പോൾ ഒരു കരൾ മാറ്റി വെക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ട് മാറ്റി വെക്കണം എന്നൊക്കെ പറയൂല, എന്തെങ്കിലും അങ്ങനെ വന്നാൽ ഒരു പാവപ്പെട്ട കുടുംബത്തിന് നിങ്ങളെന്താ ചെയ്യുക? ഒരു കമ്മിറ്റി ഉണ്ടാക്കും അല്ലേ? 40 ലക്ഷം 35 ലക്ഷം നാട്ടിൽ നിന്നെല്ലാം പിരിച്ച ആളുകൾ നല്ല നിലയിൽ സഹായിക്കുന്നു. സൗജന്യമായ നിലയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ, കരൾമാറ്റ ശസ്ത്രക്രിയ എല്ലാം നടത്തുന്നതിന് നമ്മൾ ഗവൺമെന്റ് അങ്ങോട്ട് ഏർപ്പാടുണ്ടാക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആളുകൾ തിരക്ക, അവിടെ ഭയങ്കര ആയിരക്കണക്കിന് ആളാണ്, അവിടെ പോയാൽ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഇത്ര കിടക്കണ്ടെന്നറിയാം, 3250 കിടക്കകളുണ്ട് അവിടെ, കട്ടലും കിടക്കി, അതിൽ മുഴുവൻ ആളുണ്ട്. അത്ര തന്നെയാണ് ഇതിൻ്റെ എല്ലാം നടുവിൽ വാർഡിലും കിടക്കുന്നുണ്ടാകും, വരാന്തയിലും കിടക്കുന്നുണ്ടാകും. അതാണ് ഈ തിരക്ക് എന്ന് പറയുന്നത്. അതുപോലെ എല്ലാം കൂടെ വരുന്ന 1-2 ആളത് വേറെയും ഉണ്ടാകും, എല്ലാം കൂടി ബഹളമയമായിരിക്കും. എന്താ ഇങ്ങനെ ഈ വലിയ ആൾക്കൂട്ടം രോഗികൾ വന്നു ചേരുന്നത്? രോഗം കൂടിയതുകൊണ്ടല്ല. ഏത് രോഗം വന്നാലും മെഡിക്കൽ കോളേജിൽ പോയാൽ, സർക്കാർ ആശുപത്രിയിൽ പോയാൽ ഫലപ്രദമായ ചികിത്സ സൗജന്യമായ നിലയിൽ ലഭ്യമാകുന്നുണ്ട് ഇവിടെ കേരളത്തിൽ LDFന്റെ ഗവൺമെന്റിന്റെ കാലത്ത്. അതാ കാര്യം. ഇന്ന് ലോകത്ത്, കേരളത്തിലെന്നല്ല ഇന്ത്യയിലെന്നുമല്ല, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന, മെച്ചപ്പെട്ട നിലയിൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന ആശുപത്രിയുടെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ലോകത്ത് നിങ്ങളിത് മനസ്സിലാക്കിയിട്ടുണ്ടാകില്ല, എന്നാൽ മറന്നുപോകാതെ മനസ്സിൽ വെച്ചേക്കണം. കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്. ഇത് UDFന്റെ കാലത്ത് തകർന്ന് അടിഞ്ഞു പോയതാണ്. ഇപ്പോ LDFന്റെ കാലത്ത് വന്ന മാറ്റം. ഒരു ദിവസം ശരാശരി 5000 രോഗികളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സക്കായി എത്തിച്ചേരുന്നത്. ചില ദിവസം 4500 ആയി പോവും, ചില മാസം 6000 ആവും. അപ്പൊ ശരാശരി 5000-ലധികം പേർ ഓരോ ദിവസവും അവിടെ വന്നു ചേരുന്നുണ്ട്. ഇതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അതിനോട് ചേർന്നിട്ട് ഒരു IMCH എന്ന 4 ഇംഗ്ലീഷ് അക്ഷരത്തിൽ അറിയപ്പെടുന്ന ഒരു അനുബന്ധ സ്ഥാപനമുണ്ട്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി അല്ലേ? അവിടെ പ്രധാനമായും എന്തിനാണ്? ഗർഭിണികളായ സ്ത്രീകളെ ശുശ്രൂഷിക്കുക, ചികിത്സിക്കുക, അതുപോലെ പ്രസവം, ഇതെല്ലാമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വകുപ്പ്. അവിടെ എന്താ സ്ഥിതി? കഴിഞ്ഞ ദിവസം ഞാൻ ആ മെഡിക്കൽ കോളേജിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നാദാപുരത്തുള്ള ഒരു ആചാര്യ എന്നെ കണ്ട് എൻ്റെ അടുത്ത് വന്ന്, ഞാൻ ചോദിച്ചെന്താ, എന്നോട് പറഞ്ഞ് മകള് പ്രസവിക്കാൻ വന്നിട്ടുണ്ട് താഴെ ഇവിടെ ഈ മെഡിക്കൽ കോളേജിൽ തന്നെ, ഈ IMCHൽ. അപ്പോൾ ഇവർക്ക് ഈ സംശയം തീരുമില്ലല്ലോ, അപ്പോൾ എന്തെല്ലാം. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളൊന്ന് സൂപ്രണ്ടിനോടോ ഡോക്ടറോടോ ഒന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ആചാര വേവലാതി കണ്ടിട്ട് ഞാൻ അവരോട് IMCHലേക്ക്, അവിടുത്തെ സൂപ്രണ്ട് അരുൺ ഡോക്ടറുണ്ട്, അപ്പോൾ ഡോക്ടറെ വിളിച്ചപ്പോൾ ഞാൻ ഓഫീസിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഈ ആചാര്യർ അതിൻ്റെ നേരെ അവിടുത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലേക്ക് പോകുമ്പോൾ, OP-യിലേക്ക് പോകുമ്പോൾ അതിൻ്റെ വലതുഭാഗത്ത് അതിലൊരു ഗ്ലാസിൻ്റെ ഗേറ്റുണ്ട്. അതിന് അങ്ങ് കടക്കുമ്പോൾ ആചാര്യ ചെരുപ്പിൻ്റെ പുറത്തയച്ചു. ഞാൻ ചോദിച്ചു, ഇവിടെ ചെരുപ്പ് കഴിച്ചാൽ പട്ടിയൊക്കെ കടിച്ചിട്ടുണ്ടാവും. ആചാര്യ ചെരുപ്പ് കാലില്ല, ഇതിൻ്റെ അകത്ത് ചെരുപ്പിട്ട് കയറാവുന്നു. എത്ര മനോഹരമായ സംവിധാനങ്ങളാണ് ഇല്ലേ? ടൈലൊക്കെ പതിച്ച് നിങ്ങളിപ്പോൾ ചിലപ്പോൾ പോകേണ്ടി വന്നിട്ടുണ്ടാവുമല്ലോ. എത്ര വലിയ മാറ്റമാണ്! ഇന്ന് ഏഷ്യാ ഭൂഖണ്ഡത്തിൽ ഏറ്റവും കൂടുതൽ സുഖപ്രസവം നടക്കുന്ന ആശുപത്രിയുടെ പേരാണ് കോഴിക്കോട് IMCH. ഈ മാറ്റം ചെറുതാണോ? ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടുവന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അല്ലേ? ഈ ഗവൺമെന്റിനെ താരടിച്ചിട്ട് കോൺഗ്രസ് നേതൃത്വമേ, ലീഗ് നേതൃത്വമേ, നിങ്ങൾക്ക് നേരിട്ട് സ്വർഗം കിട്ടുമോ? എന്താണ് ഇവരെല്ലാം കാട്ടിക്കൂട്ടുന്നത്? ഇതിനെയെല്ലാം തകർക്കലാണോ ഇവരുടെ ലക്ഷ്യം? അതാണെങ്കിൽ അത് നേരെ ചൊവ്വേ ജനങ്ങളോട് പറയാനുള്ള ആർജവം അവർ കാണിക്കണം. ഇപ്പൊ ഈ ഭവന പദ്ധതി നിങ്ങൾ നോക്ക്. ലൈഫ് വില്യാപ്പള്ളി പഞ്ചായത്തിൽ എത്ര വീട് കൊടുത്തു?
എത്ര? അതെ, 140 പേർക്ക് ഇവിടെ വീട് പൂർണ്ണമായി കൊടുത്ത് അവരടച്ചുറപ്പുള്ള വീട്ടിൽ താമസിക്കുന്നു, അലട്ടില്ലാതെ താമസിക്കുന്നു. 4.25 ലക്ഷത്തിലധികം ആളുകൾക്ക് കേരളത്തിൽ നമ്മൾ അധികാരത്ത് വന്നതിന് ശേഷം അടച്ചുറപ്പുള്ള വീടുണ്ടാക്കി കൊടുത്തു. 1,37,000 ആളുകളുടേത് ഇപ്പൊ അടുത്ത മാസമാകുമ്പോഴത്തേക്ക് കയറി താമസിക്കാൻ പറ്റും. അവസാന ഘട്ടത്തിലാണ്. നമ്മൾ 2016 വരുമ്പോൾ നമ്മൾ എത്രയാ പറഞ്ഞത്? എത്ര ലക്ഷം? 5 ലക്ഷം. 5 ലക്ഷം കവിഞ്ഞ് 6 ലക്ഷത്തിലേക്ക് എത്തും. കണ്ട, നമ്മുടെ ലക്ഷ്യമെന്താ? കിടന്നുറങ്ങാൻ പാർപ്പിടമില്ലാത്ത ഒരു പാവപ്പെട്ട കുടുംബവും കേരളത്തിൽ ഉണ്ടാവരുത്. നിങ്ങൾ അറിയുമോ, ഈ ലോകത്ത്, ഈ ഭൂമിയിൽ 93% കുടുംബങ്ങൾക്കും സ്വന്തമായി ഭൂമിയും സ്വന്തമായി വീടുമുള്ള ഒരു നാടുണ്ടെങ്കിൽ ആ നാടിന്റെ പേര് ചൈനയോ ക്യൂബയോ കഴിഞ്ഞാൽ പിന്നെ കേരളമാണ്. ആരാണോ ലീഗ് നേതൃത്വമേ, കോൺഗ്രസ് നേതൃത്വമേ ഈ നേട്ടമെല്ലാം ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തത്? ഇടതുപക്ഷമല്ലേ? ഈ ഇടതുപക്ഷ ഗവൺമെന്റിനെ തകർത്തിട്ട് നിങ്ങൾക്ക് എന്താണ് ഇവിടെ കിട്ടാൻ പോകുന്നത്? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? ആരെയാണ് നിങ്ങൾ സഹായിക്കാൻ പോകുന്നത്? ജനങ്ങൾ ഗൗരവമായി ആലോചിക്കേണ്ട വിഷയമാണിത്. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇപ്പൊ ചെറിയ കുട്ടികളോട് ചോദിച്ചു നോക്ക്, വീട്ടിൽ ചെന്നിട്ട് എന്താ ലോഡ് ഷെഡിങ്, എന്താ മേലോട്ട് പോകും ഇല്ലേ? ഈ ഇരിക്കുന്നവർക്കെല്ലാം അറിയാം. ചെറിയ കുട്ടികളോട് ചോദിച്ചാൽ ഇപ്പൊ മനസ്സിലാവില്ല. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഈ ചെക്കോട്ടി ബസാറിൽ ഒന്ന് അതിലെന്നെ ചുറ്റി നടന്നിട്ട് കുറെ കടകളുണ്ടല്ലോ, അടച്ചിട്ടില്ല. നിങ്ങൾ ഒരു പേർക്ക് മെഴുതിരി വൈകുന്നു, ഏതോ 1-2 കടയിലൊക്കെ ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ആ ശ്രീകൃഷ്ണ ജയന്തിന്റെ ആ ദിവസം അതിന് വൈകുന്നേരം പോകുമ്പോൾ എന്റെ നാട്ടില് ഒരാള്, നമ്മളനുവാദിയല്ല, ഒരു കോൺഗ്രസ് അനുവാദിയാണ്, ഇങ്ങനെ ഒരു എല്ലാം കൂടി ഒരു വെപ്രാളപ്പെട്ട് ഓടുന്ന എല്ലാ കടയിലും. ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ ഇങ്ങനെ ഓടുന്നു? എനക്കൊരു വേക്കും മെഴുതിരി വേണം. എന്തിനാ? എന്റെ പെണ്ണുങ്ങളുണ്ടാകാൻ നിന്നിട്ട് ഇത് കാണാൻ നിന്നിട്ട്. അപ്പൊ എന്തോ ഈ മെഴുതിരി കത്തിച്ച് വെക്കണം, അതെന്തോ ഒരു വിശ്വാസത്തിന്റെ ഭാഗം എന്തോന്ന് എനിക്കറിയില്ല. ഇത് ഇങ്ങനെ കത്തിച്ച് വെക്കണം നിരനിരയായിട്ട്. അതിന് മെഴുതിരി ചോദിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞ ഏതെങ്കിലും മറ്റേ ക്രിസ്ത്യൻ പള്ളീന്റെ മുമ്പിലുള്ള കടയിലുണ്ടാവും. ആരെയും ഇപ്പൊ കിട്ടൂ? പണ്ടങ്ങനെയാണോ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പറയും, വൈകുന്നേരം വരുമ്പോ ഒരു വേക്ക് വൈദ്യുതി കൊണ്ടുവരണമെന്ന്, അല്ലേ സുരേഷ്? എല്ലാം മാറി. വൈദ്യുതിയുടെ കാര്യത്തിൽ കേരളം സ്വയം പര്യാപ്തതയിലേക്ക്, സമ്പൂർണ്ണ ആയിട്ടുള്ള സ്വയം പര്യാപ്തതയിലേക്ക് കേരളം എത്തി. ആരാ എത്തിച്ചത്? ഇടതുപക്ഷം. ഈ ഗവൺമെന്റ് മോശമാണെങ്കിൽ പിന്നെ അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാവുമോ? പറഞ്ഞാൽ ഇതെല്ലാം പറഞ്ഞാൽ ഒരുപാട് നീണ്ടുപോകും. പെൻഷൻ ഇല്ലേ? എന്താ പെൻഷന്റെ നില? ഏത് കൊല്ലത്തിലാണ് നമ്മുടെ സാമൂഹ്യ പെൻഷൻ, ക്ഷേമ പെൻഷൻ തുടങ്ങിയത്? ആദ്യം കർഷക തൊഴിലാളികൾക്കാണ് 60 വയസ്സ് കഴിഞ്ഞ്. എപ്പോഴാ? പറയൂ, നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ നിങ്ങൾ മനസ്സിന് തന്നെ ഓർമ്മ ഉണ്ടോ എന്ന് അറിയാനാ ചോദിക്കുന്നത്. ഏത് കൊല്ല? ഞാനിത് ചോദിച്ചിട്ട് കഴിഞ്ഞ മെനഞ്ഞാന്ന് ഇന്നലെ ബേപ്പൂരിൽ പറയുമ്പോൾ ഒരാൾ പറഞ്ഞ്, നിങ്ങൾ ഈ ചോദിക്കുക, അതാ ഞാൻ പിന്നെ പോയിരുന്നത്. 1980-ലാണ്. ആരാ മുഖ്യമന്ത്രി? നമ്മളെ ഗവൺമെന്റാണ്. മുഖ്യമന്ത്രി ആര്? നായനാർ അല്ലേ? എത്രയാ കൊടുത്തത് കർഷക തൊഴിലാളിക്ക് 60 വയസ്സ് കഴിഞ്ഞ്? 45 രൂപ അല്ലേ? ഇന്നത്തതുപോലെ ഇന്ന് മാത്രമല്ല ഈ ലീഗും കോൺഗ്രസും നല്ല കാര്യങ്ങളെ എതിർത്തത്. എല്ലാ കാലത്തും ചരിത്രത്തിൽ ഇന്നോളം ഒരു നല്ലതിനെയും ഈ കോൺഗ്രസും ലീഗും അംഗീകരിച്ചിട്ടില്ല. 80-ൽ നായനാർ ഗവൺമെന്റ്, LDF ഗവൺമെന്റ് കർഷക തൊഴിലാളികൾക്ക് 60 വയസ്സ് കഴിഞ്ഞവർക്ക് 45 ഉറുപ്പിക പെൻഷൻ പ്രഖ്യാപിച്ചപ്പോ കോൺഗ്രസ് എന്താ പറഞ്ഞത്? ലീഗ് എന്താ പറഞ്ഞത്? കൊടുക്കരുത് അല്ലേ? കൊടുത്താൽ ഈ വയസ്സുകാലത്ത്